ട്രേഡ് ചെയ്യാൻ ഏത് ലാപ്ടോപ്പാണ് യൂസ് ചെയ്യേണ്ടത്? ട്രേഡ് ചെയ്യാൻ ആപ്പിളോ മാക്ബുക്ക് പോലെയുള്ള വലിയ കോൺഫിഗറേഷൻ ഉള്ള ലാപ്ടോപ്പ് വേണമോ? ഈ ചോദ്യം ചോദിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം പല ട്രേഡേഴ്സും വെൻഡേഴ്സും ഇവരുടെ ട്രേഡ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളാണ് കാണിക്കാറ്. അപ്പോൾ ഇവർ വിചാരിക്കും ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകൾ കൂടിയേ തീരുമെന്ന്. സത്യം അതാണോ? അതല്ല. ഈ ട്രേഡിനെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ആവും. വളരെ ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ മതിയാകും. എങ്കിലും സ്പെസിഫിക് കോൺഫിഗറേഷൻ ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് പൊതുവേ ഞാൻ പറയാറ് നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ലാപ്ടോപ്പുകൾ നിങ്ങൾ വാങ്ങിക്കുക. കൂടാതെ തന്നെ തിന്നായിട്ടുള്ള ലാപ്ടോപ്പ് വാങ്ങി. കാരണം ക്യാരി ചെയ്യാൻ എളുപ്പമുണ്ടാവും. പുറത്തൊക്കെ പോകുന്ന സമയത്ത് നല്ല ബാറ്ററി ബാക്കപ്പും തിന്നായിട്ടുള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. കൂടാതെ ഈ ടി വി ആയിട്ടും പല ഡിസ്പ്ലേ ആയിട്ടും മൾട്ടിപ്പിൾ ഡിസ്പ്ലേ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ടി വിയൊക്കെ ഒരു വലിയ അതർ സ്ക്രീനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻ വേണ്ട ആളുകൾക്ക് നമുക്കൊരു 8 GB റാം നമുക്ക് പിടിക്കാം. i3 എബോ ഉള്ള പ്രോസസ്സർ പോകാം. ഇനി ഗ്രാഫിക്സ് കാർഡ് 120 MB ഗ്രാഫിക്സ് കാർഡ് മതിയാകും. SD കാർഡ് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. താങ്ക്